അണിവാകച്ചാർത്തിൽ ഞാൻ ഉണർന്നു കണ്ണാ. അയ്യോ മോളെ, നീ പോരുന്നോ? ആ, ഞാൻ ഇങ്ങോട്ട് വന്നതാ, വീട്ടിലോട്ട് വന്നതാ. ആണോ? ഒറ്റയ്ക്കേ ഉള്ളോ? ചെറുക്കൻ എന്തി? പ്രശ്നമുണ്ടോ? രമേശ് ചേട്ടന് ജോലിക്ക് പോണമായിരുന്നു, അതുകൊണ്ട് വന്നില്ല. അമ്മായിയമ്മയൊക്കെ എങ്ങനെയുണ്ട് മോളെ? അയ്യോ, ഭയങ്കര സ്നേഹം അമ്മായിയമ്മയ്ക്കൊക്കെ. ആ, ഭയങ്കര സ്നേഹമാ, മോളെ പോലെ കാണുന്നത്. ആ, എനിക്ക് ഒരു കുഴപ്പമില്ല അവിടെ. ഒറ്റയ്ക്ക് എങ്ങനെയാ വരുന്നത്? എന്തെങ്കിലും കാണോ? പ്രശ്നം വല്ലതും ഉണ്ടോ? അതിനെന്തുവാ, ഒറ്റയ്ക്ക് പോകുന്നതിനൊന്നും ഒരു പ്രശ്നവുമില്ല. അമ്മയൊക്കെ ഭയങ്കര മോഡേൺ ആയിട്ട് ചിന്തിക്കുന്ന ആളുകളാ. ആ, അത് അല്ലാതെ നാണിയമ്മയുടെ കണക്കൊന്നും അല്ല, ഭയങ്കര മോഡേൺ ആയിട്ട് ചിന്തിക്കുന്ന. ആ, ഞാൻ വീട്ടിലോട്ട് വരണമെന്ന് പറഞ്ഞപ്പോൾ ശരി മോളെ പോയിട്ട് വരാൻ പറഞ്ഞു. നമ്മുടെ ശല്യം ചെയ്തില്ല, നമ്മുടെ പുറയിൽ ഇങ്ങനെ നടക്കത്തൊന്നുമില്ല. ആ, എന്നാൽ ഞാൻ എൻ്റെ വീട്ടിലോട്ടൊന്ന് പോട്ടെ. സിന്ദൂരം ഇടാൻ എന്താ? സിന്ദൂരം ഇടാഞ്ഞത് പിന്നെ എനിക്ക് പീരീഡ്സ്, അതാ സിന്ദൂരം ഇടാഞ്ഞത്. എന്നാലും ഒരു പൊട്ടെങ്കിലും തൊടണമായിരുന്നു. അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾ എന്തൊക്കെ ചിന്തിക്കുമെന്നറിയാമോ? എന്നാൽ ശരി, ഞാൻ അങ്ങോട്ട് പോവുകയാണേ നാണിയമ്മേ. എന്തെല്ലാം പിടുതാ പറയണം, എന്തോ പ്രശ്നമുണ്ട്. എടി സരളേ, അമ്മേ അമ്മേ അമ്മേ. അയ്യോ എൻ്റെ മോളെ. അമ്മേ, അമ്മയുടെ മോള് മഞ്ജിമ വന്നമ്മേ. അയ്യോ, അവിടുന്ന് അടിച്ചിറക്കി വിട്ടയാന്നോ? എന്തുവാ മക്കളെ, ഒറ്റയ്ക്ക് വന്ന് പറഞ്ഞായിരുന്നു അച്ഛനെ വിടത്തില്ലേ ചേട്ടാ, പിള്ളേരുടെ അച്ഛാ. എന്തൊരു മാറ്റം ഇവിടൊക്കെ. മോളെ അച്ഛാ, ഞാൻ വന്നച്ഛാ. അണ്ണാ, ഞാൻ വന്നണ്ണാ. ആവാമന ഉദ്ദേശം എന്താണോ എന്തോ. ആ, കേറി വാ, നിക്കാതെ കേറി വാ. പിള്ളേരുടെ അച്ഛാ. ആ, അയ്യോ, എന്റെ മോളങ്ങ് മെലിഞ്ഞു പോയി ചേട്ടാ. കണ്ടോ കൊച്ചിന്റെ കോലം പോയ കണ്ടോ? ഇങ്ങനെ വന്നിരിക്കാനാണോ മോക്ക് 70 പവൻ അച്ഛൻ കൊടുത്ത് കെട്ടിച്ചത്? ഓ, അവര് 70 പവനൊന്നും അവർക്ക് മുഴുത്തില്ല അച്ഛാ, ഇനിയും 30 പവൻ കൊടുക്കണോന്നൊക്കെയാ പറയുന്നത്. അവരങ്ങനെ ചോദിച്ചാ? ഇല്ല, ചോദിച്ചില്ല, പക്ഷെ ചോദിക്കുന്ന പോലെയൊക്കെയാ പെരുമാറ്റം. അവർക്ക് 101 പവനും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഇരുന്നതാന്നൊക്കെ പറഞ്ഞ് എന്നെ ഇടയ്ക്ക് കുത്താറുണ്ട്. അയ്യോ അമ്മ, ആകെ അങ്ങ് മെലിഞ്ഞു പോയല്ലോ. ഓ, ആദ്യമല്ലയോ മോളെ, ആദ്യമല്ലയോ കല്യാണം കഴിഞ്ഞനൊക്കെ. അച്ഛനും മെലിഞ്ഞ്, അണ്ണനും മെലിഞ്ഞ്, അവന് മാത്രം വലിയ കുഴപ്പമില്ല. നല്ല പൊണ്ണത്തടി വെച്ച് വരുന്നുണ്ടല്ലോ. ഇവരൊക്കെ തിന്നുന്ന എല്ലാം കൂടെ ഒറ്റയ്ക്കങ്ങ് തിന്നുവാന്നോ? കുട്ടിയാനയുടെ അത്ര ആയിട്ടുണ്ട്. നല്ല മനസ്സുള്ളവർക്ക് പച്ചവെള്ളം കുടിച്ചാലും മതി, അവരുടെ ശരീരം വണ്ണം വെച്ചോളും. അല്ല പിന്നെ ഇവിടെ ഉള്ളവർക്കൊക്കെ നല്ല ടെൻഷൻ ഉണ്ടാവുമല്ലോ. കല്യാണം കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു ബാധ്യതയല്ലേ ഉണ്ടാക്കി വെച്ചിട്ട് പോയത്. അച്ഛന് പലിശയ്ക്ക് എടുത്തതിൻ്റെ ടെൻഷൻ, അമ്മയ്ക്ക് വസ്തു എല്ലാം കൂടെ വിറ്റതിൻ്റെ ടെൻഷൻ, ചേട്ടനാണെങ്കിലോ ജോബിൽ നിന്ന് ലോൺ എടുത്തതിൻ്റെ ടെൻഷനും. ഈ ലോൺ എടുക്കാത്ത ഞാനല്ലേ, പിന്നെ എനിക്കെങ്ങനെ ടെൻഷൻ വരാനാ? അപ്പോൾ അവരൊക്കെ കുറച്ച് മെലിഞ്ഞെന്നിരിക്കും. ചേച്ചി വേണമെന്ന് വിചാരിച്ചാൽ ഇവരുടെയൊക്കെ ടെൻഷൻ മാറ്റാൻ പറ്റും. അതെങ്ങനെ? അലമാരിയിൽ 10-60 പവൻ സ്വർണം വെച്ച് പൂട്ടി വെച്ചേക്കുന്നുണ്ടല്ലോ. ഹോ, സ്വന്തം ഭർത്താവ് ഡിപ്രഷനിലേക്ക് കടം കാരണം പോകുമ്പം എങ്ങനെ 10-60 പവൻ ഇങ്ങനെ അലമാരി വെച്ച് പൂട്ടി വെച്ചേക്കാൻ മനസ്സ് തോന്നുന്നോ എൻ്റെ ദൈവമേ. അല്ല നാത്തൂനെ, എൻ്റെ അലമാരി ഇരിക്കുന്നതേ ഞാൻ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് എനിക്കിട്ടുകൊണ്ട് നടക്കാൻ ഞാൻ മേടിച്ചതല്ലേ. അതിലും നല്ലത് നാത്തൂൻ്റെ അലമാരി ഇരിക്കുന്ന ഇവരൊക്കെ മേടിച്ചെന്ന സ്വർണം എടുക്കുന്നതല്ലേ. അത് കാരണമാണല്ലോ അവരൊക്കെ ഡിപ്രഷനിലോട്ട് പോയതും അവരൊക്കെ മെലിഞ്ഞു പോയതും. അതെങ്ങനെ ശരിയാവുന്നത്? അതെനിക്ക് ശ്രീധരൻ എന്ന സ്വർണ്ണമല്ലേ, അതിന്റെ അവകാശി എന്റെ ഭർത്താവും അദ്ദേഹത്തിന്റെ വീട്ടുകാരുമാ. അതുപോലല്ല ഇത്, ഇതൊക്കെ നിങ്ങളുടെ സിസ്റ്റം, അത് നിങ്ങളങ്ങ് സഹിച്ചാൽ മതി. നാണം ഉണ്ടോ നാത്തൂനെ? എനിക്ക് നാണമുണ്ടോ? മതി, നിർത്ത്, നീ മിണ്ടാതിരുന്നേ. അപ്പൊ അമ്മയ്ക്ക് ഞാൻ ആരും അല്ലെന്നല്ലേ? എനിക്കിവിടെ ഒന്നും പറയാൻ പറ്റത്തില്ലെന്നാണോ ഞാനൊന്ന് അടങ്ങാൻ പറയുന്നത്? ഞാൻ മാത്രമല്ലല്ലോ, നാത്തു സംസാരിക്കുന്ന അമ്മ കേട്ടില്ലേ? അയ്യോ, അങ്ങനല്ല മോളെ അമ്മ പറഞ്ഞത്. വാ, നീ കുളിച്ചിട്ടൊക്കെ വാ, നമുക്ക് കാര്യം സംസാരിക്കാം.
നാത്തൂന് എങ്ങോട്ടാ പോകുന്നത്? മുകളിലത്തെ റൂം ഞാൻ സ്റ്റഡി റൂം ആക്കി. വേണമെങ്കിൽ നാത്തൂൻ താഴത്തെ റൂം എടുത്തോ. സ്റ്റഡി റൂം ആക്കിയോ? എൻ്റെ റൂം സ്റ്റഡി റൂം ആക്കിയോ? സാരമില്ല, ഞാൻ എൻ്റെ റൂമിൻ്റെ ബാത്റൂമിലേ കുളിക്കത്തുള്ളൂ. അമ്മ, ഈ പടം ഇവിടെ അല്ലായിരുന്നു ഞാൻ വെച്ചിരുന്നത്. ഇത് പിന്നെ അഴിച്ച് ഇങ്ങോട്ട് വെച്ചിട്ട് ഇത് പിന്നെ അഴിച്ച് അങ്ങോട്ട് വെച്ചത് ആരാ? ഇവിടെ മൊത്തത്തിൽ മാറിയല്ലോ. അത് പിന്നെ അത് അവള് ഏതാണ്ടൊക്കെ പൊടി തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചതാ മോളെ. രണ്ടാഴ്ച ഞാൻ വീട്ടിൽ നിന്ന് മാറിയപ്പോഴത്തേന് വീട് മൊത്തത്തിൽ മാറ്റി മറിച്ച്. ഞാൻ വെച്ച കണക്ക് തന്നെ വീട് അറേഞ്ച് ചെയ്താൽ മതി. ഇതേ എൻ്റെയും കൂടെ ഉള്ള വീടാ. അമ്മേ 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 ഓ, ഊണായോ? എനിക്ക് നല്ല വിശക്കുന്നു. ഈ കഴിക്കാൻ ഭക്ഷണം എന്തെങ്കിലും തരുമോ? അയ്യോ എൻ്റെ ഭഗവാനെ, എൻ്റെ കുഞ്ഞ് ആദ്യമായിട്ടാ വായ തുറന്നൊരു ഭക്ഷണം ചോദിക്കുന്നത്. പിള്ളാരച്ചാ, നിങ്ങളുടെ മോള് എന്നോട് വന്ന് ചോറ് ചോദിക്കുന്നു. മക്കളെ, ഒരു അരമണിക്കൂറുതേ അച്ഛൻ മോക്ക് ബീഫൊക്കെ കൊണ്ടുവന്ന് മേടിച്ച്. അമ്മ അതങ്ങോട്ട് കുക്കറിലോട്ട് ആക്കിയതേ ഉള്ളൂ. ഒരു അരമണിക്കൂറിൽ നല്ല ഒന്നാന്തരം ബീഫ് കറിയും കൂട്ടി ചോറ് തിന്നാം. എടി കൊച്ചേ, എൻ്റെ മോൾ അവിടെ പട്ടിണിയായിരുന്നോ? ആ തള്ള നിനക്കൊന്നും വെച്ചുണ്ടാക്കി തരത്തില്ലായിരുന്നോ? ബീഫ് കറി അമ്മ ചൂട് മാറാൻ വേണ്ടി വെച്ചേക്കുന്നു. ഇപ്പൊ തിന്നാ മക്കളുടെ അണ്ണാക്ക് പൊള്ളും. വെള്ളം എടുത്ത് കൂടി ഇക്കിളിടുന്നു. പതുക്കെ തിന്നാ മതി, ആരും എടുത്തോണ്ട് പോത്തില്ല കുഞ്ഞെ. ചേട്ടാ, പിള്ളേരച്ചാ, നിങ്ങളുടെ മോളിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കണ്ടോ? ഇവിടുത്തെ പട്ടിണി കിടക്കുന്ന പട്ടി പോലും ഇങ്ങനെ വാരി തിന്നത്തില്ല. ഓ, അവൻ എനിക്കൊന്നും ഉണ്ടാക്കി ഒന്നും തരത്തില്ലമ്മേ. അവരൊന്നും ഉണ്ടാക്കി തരാത്തോണ്ട് ഒരു ദിവസം ഞാൻ രാത്രിയിൽ ചായ ഇടാൻ വേണ്ടി അടുക്കളയിൽ കയറി ഞാൻ ചായ ഇടാൻ ഒരു പാത്രം വെച്ച് ഇച്ചിരി എണ്ണ ഒഴിച്ച് കടുവ് പൊട്ടിച്ചതും ആ തള്ള വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്തോ ആടി നീ കാണിക്കുന്നേന്ന്? ചായ ഇടാൻ കടുവ് പൊട്ടിക്കൂടി ആരെങ്കിലും ഒന്ന്? ചായ ഇടാൻ പിന്നെ കടുവ് പൊട്ടിക്കത്തില്ലയോ അമ്മേ ആദ്യം നമ്മള്? എടി, ചായ ഇടാൻ കടുവൊന്നും പൊട്ടിക്കത്തില്ല. എന്നിട്ടോ? എന്നിട്ട് എന്തുവാ? എന്നിട്ട് ആ തള്ള എന്നെ അന്ന് അടുക്കളയിൽ നിന്ന് ഇറക്കി വിട്ടതാ. പിന്നെ ഇന്നേ വരെ കേറിയിട്ടില്ല. ഇപ്പോഴും ഇങ്ങനെയാണോ അമ്മേ? ഓ, നമ്മളെന്തിനാ ഇതൊക്കെ നോക്കുന്നത്? നമ്മൾ അവിടെ ഗുണത്തിനുമില്ല ദോഷത്തിനുമില്ല. എന്തേലും ആവട്ടെ. എൻ്റെ തമ്പുരാനെ, എനിക്ക് വയ്യായി അവനോട് മൽപ്പിടുത്തം നടത്താൻ. ഇപ്പം തന്നെ നീ കണ്ടില്ലേ, അവൾക്ക് വേണ്ടത് അവൾ ഉണ്ടാക്കി അവൾ കൊണ്ടുപോയി. അല്ലേ അവൾക്കൊരു കെട്ടിയോനുണ്ടെന്നുള്ള ചിന്ത അവൾക്കുണ്ടോ? വയസ്സിൽ എന്നൊരു തള്ള ഞാൻ ഈ വീട്ടിനകത്തുണ്ട്, അവരായി കിടന്ന് പണിയെടുക്കുന്നതെന്നുള്ള ചിന്ത അവൾക്കുണ്ടോ? ഒന്നുമില്ല. അവൻ വെറും പട്ടിയാ, പട്ടി, പെമ്പട്ടി. അങ്ങനെ അവിടെ പുറകെ നടക്കുക. നിങ്ങൾ മിണ്ടരുത്. നിങ്ങൾക്ക് അവളെ നിലയ്ക്ക് നിർത്താൻ അറിയത്തില്ല. എൻ്റെ അമ്മായിയമ്മയെ കണ്ട് പഠിക്കങ്ങോട്ട്. എന്നിട്ട് എന്തിനാ ഇവിടെ ഭൂകമ്പം ഉണ്ടാക്കാനോ? അയ്യോ, അവനെന്ന് പറയുന്ന ആ പെമ്പട്ടി ഇല്ലയോ, എൻ്റെ മോൻ പെമ്പട്ടി, അവൻ അവിടെ പുറയിലങ്ങ് നിൽക്കുക. അവിടെ സൈഡിനേ അവൻ നിൽക്കത്തുള്ളൂ. ഇവിടെ എന്ത് വഴക്കുണ്ടായാലും അവിടെ സൈഡിനേ നിൽക്കത്തുള്ളൂ. അവനെ അവിടെ മുന്നിൽ തന്നെ പച്ചയ്ക്ക് ചീത്ത വിളിച്ചടി കൊച്ചേ. ഒന്നാതിപ്പം നിൻ്റെ കല്യാണം കൂടി കഴിഞ്ഞ് അവനെ കടക്കാരനാക്കിയെന്നും പറഞ്ഞങ്ങ് എൻ്റെ ഭഗവാനെ ഇവിടെ തന്തയും മോനോടി വഴക്കാ. എന്നും ഞാൻ പിന്നെ ഇതൊക്കെ ഉള്ളിലൊതുക്കി അങ്ങ് കഴിയുന്നു. ഞാൻ ആരോട് പോയി പറയാനാ? അവൾ ആരാന്നോ? നാണം കെട്ട പന്നച്ചി. പന്നച്ചി അല്ല, പട്ടിച്ചി.
ഓ നീ അങ്ങ് അടങ്ങ്. ഇവളെയൊക്കെ നമ്പി നിന്നാലേ നിനക്ക് ഈ ബാക്കി സ്വർണവും പണവും ഒക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇവളെ അതുകൊണ്ട് നീ സൂപ്പിട്ട് നിൽക്കണം. കാര്യം വെച്ചാൽ ഇവളാ ഇവിടുത്തെ കാരണവത്തി. അതുകൊണ്ട് അവളെ പിണക്കരുത്. നീ അവളെ പോയി നല്ലപോലെ കാര്യമൊക്കെ പറഞ്ഞ് ഒന്ന് മയത്തി ചാക്കിലാക്കി എടുക്ക്. എന്നിട്ട് നീ ഈ പറഞ്ഞ സ്വർണ്ണമൊക്കെ ഞാൻ റെഡിയാക്കിച്ച് തരാം. ഞാൻ അങ്ങേരെ കൊണ്ടിത് പണയം വെച്ചിട്ടായാലും നീ പോയെടുത്ത് നീ രാജകുമാരിയെ പോലെ വാഴണം. ഒന്നിനും ഒരു കുറവും പറ്റത്തില്ല. അവരന്ന് വന്ന് പെണ്ണ് കാണാൻ വന്നപ്പം നിങ്ങൾക്കിഷ്ടമുള്ളത് ഇട്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ 70 പവൻ ഇട്ടേ. അവരിപ്പം 101 പവൻ ചോദിക്കുന്നതിൽ കുറ്റമൊന്നുമില്ല. അവർ നല്ല ഗവൺമെൻറ് ജോലിക്കാരനല്ലയോ. 30 പവൻ അമ്മയ്ക്ക് ഉயிருണ്ടെങ്കിൽ അമ്മ അത് ഒപ്പിച്ച് തരാം കേട്ടോ. നീ അവളെ പോയി ഒന്ന് സമാനപ്പെടുത്ത്. ആ താടകയുടെ മുന്നിൽ ഞാനങ്ങ് ഒതുങ്ങി ജീവിക്കുമല്ലയോ. ചെല്ല്. ചാക്കിലാക്കാൻ പറ്റാത്ത ഒരു ഉരുപ്പടിയാ. എന്നാലും ഞാനൊന്ന് ശ്രമിക്കട്ടെ. ചേച്ചി ഷോ ഇത് മേടിച്ചോ? എനിക്കും ഇതുപോലെ ഒരെണ്ണം മേടിക്കണമെന്നുണ്ടായിരുന്നു. വേണമെന്നുണ്ട്. തരാം. ഷൂ നല്ല ബെഡ്ഷീറ്റ്. ഇഷ്ടായോ? ഓ വേണോ? വേണം. തരാം. പിന്നെ എങ്ങനൊക്കെ ഉണ്ട് നിന്റെ അവിടുത്തെ ജീവിതം? ഓ എന്തോ പറയാനാ ചേച്ചി. ചെന്നപ്പോൾ തന്നെ മൊത്തം സ്വർണ്ണം ഊരിക്കൊടുത്ത്. പിന്നെ നമ്മുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ ചോദിക്കുമ്പോൾ കൊടുക്കണ്ടായോ? അവിടെ കുറേ കടവേടമൊക്കെ ഉണ്ടെന്ന് പറയുന്നു. എൻ്റെ തലയിലെഴുത്ത്. ചേച്ചിയുടെ അത്രയും ധൈര്യവും പക്വതയൊന്നും എനിക്കില്ലല്ലോ. പിന്നെ അവിടെ ഒരു പെണ്ണുണ്ട് ചേച്ചി. ഓ ഒരു മുതുക്കി പെണ്ണ്. അവൾ എന്നെ വന്ന് കിടന്നങ്ങ് മാമി 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 എന്ന് വിളിയാ. മുറപ്രകാരം അങ്ങനെയാണോ? മാമിയാ. മുറപ്രകാരം മാമിയാന്നും പറഞ്ഞ് എനിക്ക് എത്ര വയസ്സോ അവൾക്ക് എത്ര വയസ്സ്. എന്നെ കാട്ടി വെറും 3-4 വയസ്സിന് ഇളയ പെണ്ണ്. അവൾ എന്നെ മാമി മാമിന്ന് ചേച്ചിന്ന് വിളിച്ചാൽ പോരായോ? കല്യാണം കഴിഞ്ഞ് നീയും എന്നെ ചേച്ചിന്ന് വിളിക്കുമ്പോ എനിക്കും ഒരു ഇതായിരുന്നു. നീ എന്നെക്കാട്ടി 3 വയസ്സിന് മൂത്തതുവാ. പിന്നെ മുറപ്രകാരം ആയതുകൊണ്ട് ഞാൻ അങ്ങ് സഹിച്ചു. അത്രേ ഉള്ളൂ. അത് അങ്ങനെ അങ്ങ് വിട്ടേക്ക്. ഹായ് നല്ല ഡ്രസ്സ് കേട്ടോ. നല്ല രസമുണ്ട്. നിനക്ക് വേണോ? തരാം. തന്നോ? എല്ലാം തന്നോ? ഹായ് നല്ല ഡ്രസ്സ്. ഇതെനിക്ക് ചേരുമായിരുന്നു. ഇതും ഞാൻ മേടിച്ചോണ്ട് പോയനെ. എല്ലാം തന്നിട്ടുണ്ട്. വാട്സപ്പിൽ നോക്ക്. ലിങ്കോ? ഇതിന്റെ എല്ലാത്തിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. നീ ഇഷ്ടം പോലെ മേടിച്ചോ. ഇതൊക്കെ ഓർഡർ ചെയ്ത് മേടിക്കുമ്പോ കാശുമില്ല. ഞാൻ തന്നെ കൊടുക്കണ്ടായോ? പിന്നെ ഞാൻ പുളിങ്കുരു ഇട്ടിട്ടാണോ മേടിച്ചത്? എന്തോ അമ്മ വിളിക്കുന്നു. ഞാൻ വരുന്നു. അങ്ങോട്ട് പോവല്ലേ? ഹലോ ഹലോ എപ്പോൾ വരും? നാളെ വരുമ്പം പറയാനും ചെയ്യാനും ഉള്ളത് കൃത്യമായിട്ട് ഞാൻ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്. കാര്യം നിങ്ങളിവിടെ വന്ന് ഓവർ ആക്ട് ചെയ്ത് ചളവാക്കരുത്. വന്നതും എൻ്റെ അടുത്ത് ദേഷിച്ച് വേണം സംസാരിക്കാൻ. ദേഷിച്ച് സംസാരിക്കണം. എന്നിട്ട് ശ്രീധനക്കാരി എന്തോ ആയി എന്നുള്ളത് ചോദിക്കണം, എന്നോട് ചോദിക്കണം. അപ്പം ഞാൻ പരിങ്ങി നിൽക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് പതുക്കെ അമ്മയെടുത്ത് കാര്യം അവതരിപ്പിക്കണം. ഇതുപോലെ കല്യാണമൊക്കെ ആയപ്പം വീടിന് ലോൺ ഉണ്ടായിരുന്നു, പിന്നെ ജോലി സ്ഥലത്ത് നിന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളൊരു 30 പവനോട് തരണം. 30 പവൻ സ്വർണം മതി. അങ്ങനെ പറയണം. ഇപ്പോഴാണെങ്കിൽ നടക്കും. ഇപ്പം അമ്മയെ ഞാൻ പറഞ്ഞ് നന്നായിട്ട് സോപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ വീടും വസ്തുവും കൂടി അങ്ങോട്ട് പണയം വെച്ചാലും 30 പവൻ മേടിക്കാനുള്ള കാശ് കിട്ടും. അതുകൂടി അടിച്ചെടുത്താലേ നമുക്ക് മറ്റേ ട്രിപ്പൊക്കെ പോകാൻ പറ്റൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത് പറഞ്ഞ കണക്കാ. വാട്സപ്പിലെ നോട്ട് വായിച്ച് കേട്ട് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം ഇവിടെ വന്ന് പെർഫോം ചെയ്യണം. അല്ലാതെ മണഗുണാഞ്ചൻ്റെ കണക്ക് നിൽക്കരുത്. നല്ല കലിപ്പൻ്റെ ലുക്കിൽ വേണം വരാൻ. നാളെ എത്ര മണിക്ക് വരും? ഓക്കെ, ഞാൻ റെഡിയായി ഇരിക്കാം. ശരി. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. പെങ്ങടെ കല്യാണം നടത്തിയോ ഇത്രേ കടങ്ങളുണ്ടാക്കി.
ഇനിയും ആങ്ങളെ കുഴിയിലോട്ട് ചാടിക്കാനുള്ള പദ്ധതി അവിടെ തയ്യാറാക്കുന്നുണ്ട്. ദേ ആലോചിച്ചോണം ഒരു പെങ്കൊച്ചാ ഉള്ളതെന്ന്.